Okay, ready, 1, 2. കുരങ്ങൻ പറക്കാൻ വേണ്ടി പോകുന്നു. ഇത് നോക്കിക്കേ, രാവിലെ കുഞ്ഞുങ്ങൾ കരഞ്ഞു. രാവിലെ കുഞ്ഞുങ്ങൾ കരഞ്ഞു. പൂച്ച ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഹലോ ഗൈസ്, നമ്മളിപ്പം ഒരു അൺബോക്സിങ് വീഡിയോ വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി നമ്മൾ എല്ലാം അൺബോക്സ് ചെയ്തിട്ട്. അപ്പം നമ്മളൊരു വെറൈറ്റി സാധനം അൺബോക്സ് ചെയ്യാവുന്നതാണ്. Okay, ready, 1, 2, 3. എന്താന്ന് മനസ്സിലായോ? ബുക്ക് അല്ല, പിന്നെ സ്റ്റോറി ടെല്ലിംഗ്. കുഞ്ഞ് സ്കൂളിൽ മറ്റേ പരിപാടിക്ക് വന്നിട്ടില്ലേ, പിക്ചർ സീക്വൻസിങ്? അത് ചെയ്ത് പഠിക്കണ്ടേ? അതിനുള്ള സാധന ഏറ്റവും വലിയതാണ്. നെക്സ്റ്റ് ഇതും അതുപോലെ തന്നെ സീക്വൻസിങ് ആണ്. സീക്വൻസിങ് ദേവത്തിക്ക് ഫ്രൈഡേ ഒരു മത്സരമുണ്ട് കിൻഡർ ഗാർട്ടൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. വിട് അമ്മ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്തായാലും നോക്കാം. കുറേ കാർഡ്സാണ്, അപ്പം അത് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം. അതിൻ്റെ സീക്വൻസ് കറക്റ്റാക്കി വെക്കണം. അങ്ങനെയാണ് പിക്ചർ സീക്വൻസിക്കാണ് ദേവട്ടിക്ക് ചെയ്യാനുള്ളത് സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ 2 സെറ്റ്, എനിക്ക് ഒന്ന് 6 സ്റ്റെപ്പുള്ള 2 സെറ്റിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണിത്. ഇപ്പോൾ പിക്ചർ കണ്ടിട്ട് അത് അടുക്കി പിക്ചർ പോലെ അടുക്കി വെക്കുക. വായിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവർക്കത് വായിച്ചിട്ട് അത് നോക്കി അതിന് എഴുതിയിട്ടുമുണ്ട്. ഇതിനകത്ത് നല്ല കട്ടിയുള്ള ബോർഡാണ്. ഇതൊന്ന് നല്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ്. ഇനിയിപ്പോൾ അത് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം ദേവട്ടിനെ. 2 സ്റ്റോറീസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന സ്റ്റോറീസ്? കാക്കയുടെ ഉണ്ടായിരുന്നു, റാബിറ്റിന്റെ ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തോ. ഇതിനകത്ത് 8 സെറ്റ്സ് ഉണ്ട്. കുറച്ചും കൂടെ ചെറിയ ബോർഡാണ്. 8 സെറ്റ് ഉണ്ട്. 8 സെറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. കുഞ്ഞു സെറ്റാട്ടോ. ഇതിങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ ഓരോ സ്ക്വയർ ക്യൂബ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അതിന്റെ സ്റ്റോറി കറക്റ്റായിട്ട് സീക്വൻസ് ചെയ്ത് എടുക്കണം. അത് ചെയ്ത് പഠിക്കുമ്പോഴല്ലേ കുട്ടികൾക്ക് അത് വേഗം സ്കൂളിലാണേലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 സെറ്റ് മേടിച്ചത്. ഇനിയും എൻ്റെ ഉണ്ട് കേട്ടോ, ഞാൻ ഇനിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും വരും ഇന്ന് തന്നെ. ഫസ്റ്റ് ഇതാട്ടോ, ഒരു കുട്ടി ഇങ്ങനെ ഡോറില് ഐസ്ക്രീം ഇങ്ങോട്ട് അയച്ച് കാണിക്കാം. അത് നമുക്ക് ഒന്ന് സീക്വൻസ് ചെയ്യും. ഒരു മനുവിൽ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോകും. അത് നമുക്കൊന്ന് സീക്വൻസ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഒരു കുട്ടി രാവിലെ എണീറ്റ് അത് നമുക്കൊന്ന് സീക്വൻസ് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ വെള്ളം ചെടിയിലേക്ക് ഒഴിച്ച് അതും കൂടെ നമുക്കൊന്ന് സീക്വൻസ് ചെയ്യാം. പിന്നെ ഒരു ബേറാണ്. അത് ബേറ് ഇങ്ങനെ തേനെടുക്കാൻ നോക്കുക. അത് നമുക്കൊന്ന് സീക്വൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചേട്ടൻ നല്ല പൂക്കളാന്ന് പറഞ്ഞ് കൈയടി, അത് നമുക്കൊന്ന് സീക്വൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചൂട്ടൻ ഒരു ബേറ് ഇങ്ങനെ ഇതെന്താ ഹണി വായിലേക്ക് ഇടുവാണ്. അതും നമുക്കൊന്ന് സീക്വൻസ് ചെയ്ത് ഈ 4 പടങ്ങൾ കണ്ടിട്ട് കുഞ്ഞിന്റെ കഥ ഏതാന്ന് കുഞ്ഞിന് മനസ്സിലായെന്ന് നോക്കി. അത് 4 എണ്ണം വെച്ച് ചെയ്ത് നോക്കി. എങ്ങനെയാ നോക്ക? സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാ നോക്കിക്കേ? സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ്. അങ്ങനെ നോക്ക, എങ്ങനെയാണെന്ന് നോക്ക. അത് ഏതാ ആദ്യം വരണേ?
ഇത് ആ നോക്കിക്ക്, ശരിക്കും നോക്കിക്ക. ഇതെന്താ? ബലൂൺ വിരിക്കാൻ പോകുന്നു. ആ അപ്പൊ ഇതെന്താ? വിരിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇതെന്താ? വീർത്ത് വലുതാക്കി. ഇതെന്താ? അത് പൊട്ടിപ്പോയി. അപ്പൊ ഇതെങ്ങനെയാ ഓർഡറിൽ വെക്കണേ? ആദ്യം എന്താ ചെയ്യണേ? ആ എന്നിട്ട് ആ എന്നിട്ട് അങ്ങനെയല്ല, അപ്പുറത്ത് വെക്കണം. ആ എന്നിട്ട് അടുത്തെന്താ? ഇനി എന്താ വെക്കണ്ടേ? ഇനിയും നമുക്ക് മേടിക്ക്. ഇപ്പൊ എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞു, അതിന്റെ ഓർഡർ പറഞ്ഞേ. വീർപ്പിക്കാൻ. എന്ത്? ബലൂൺ എടുത്തു, വീർപ്പിച്ചോണ്ടിരിക്കുന്നു. വീർപ്പിച്ച് വലുതാക്കി പൊട്ടിപ്പോയി. അങ്ങനെയാണ് സ്റ്റോറി ടെല്ലിംഗ്. ഈ കാർഡ്സ് ഒന്ന് എടുത്തേ. ഇത് ചെയ്ത് കുഞ്ഞു എന്നെ നോക്കി പറഞ്ഞ് ചെയ്യണം. ഇതാണ് അമ്മ ചോദിക്കില്ല. കുഞ്ഞു എന്നെ ചെയ്യാം. കാക്കയില്ല, പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ദിവസം അങ്ങനെയാണോ? ഇത് നോക്കിക്കേ, രാവിലെ കുഞ്ഞുങ്ങൾ കരഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കണ്ടുപിടിക്കാൻ പോയി. ഭക്ഷണം കണ്ടുപിടിച്ചോ? എവിടെയാ ഭക്ഷണം കിടക്കണേ? ഇത് എവിടെ കിടക്കണ്ട്? അപ്പൊ അടുത്തത് എന്താ? എന്നിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അതെന്താ? അല്ല, പറന്നു വന്ന് കുട്ടികൾക്ക് ഭക്ഷണം എടുത്തോണ്ട് വരുന്നോ? എടുത്തോണ്ട് വന്ന് കുട്ടികൾക്ക് കൊടുക്കും. ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജ് തുറന്നു, ഐസ്ക്രീം എടുത്തു. ഇതല്ലേ തുറക്കുന്നേ? ഫ്രിഡ്ജ് തുറന്നു, ഐസ്ക്രീം എടുക്കുന്നു, കഴിക്കുന്നു, ടേസ്റ്റ് എന്ന് പറയുന്നു. തെറ്റിപ്പോയില്ലേ? ഒന്നുകൂടെ നോക്കിയേ, ശരിക്കും നോക്കിയേ. ഇത് തുറക്കുന്നു. ഫ്രിഡ്ജ് തുറക്കുമ്പോ എങ്ങനെയാ കയ്യിൽ ഐസ്ക്രീം വരുന്നത്? ഇത് തുറക്കുന്നു, തുറക്കുന്നേ. അതല്ല തുറക്കുന്ന ആദ്യം. തുറക്കുന്നു, ഐസ്ക്രീം എടുക്കുന്നു, അടയ്ക്കുന്നു, കഴിക്കുന്നു. കുരങ്ങൻ പറിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് പറിച്ചിട്ട് കഴിക്കാൻ പോകുന്നു. കഴിച്ചു. രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ബാഗ് എടുത്ത് സ്കൂളിൽ പോകുന്നു. പൂച്ച ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഇവൻ ചാടി വരുന്ന സൗണ്ട് കേട്ടു. കേട്ടപ്പോ തന്നെ ആ പൂച്ച വരാൻ. അങ്ങനെയാണോ? ഫസ്റ്റ് എന്താ ചെയ്തോണ്ടിരുന്ന പൂച്ച? ഉറങ്ങുന്നു. എന്നിട്ട് അപ്പൊ എന്താ പറ്റി? കുഞ്ഞു പൂച്ച അല്ല, എന്താ വന്നേ? ഇതെന്താ കാണിക്കണ പൂച്ച? ഇതെന്താ? എണീറ്റു. ഇതെന്താ? ആര്? പൂച്ച എന്താ ചെയ്യണേ? അപ്പൊ എന്താ അടുത്തത്? പൂച്ച ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. പൂച്ച ഉറങ്ങുമ്പോ ഡോഗ് വന്നു. എന്നിട്ട് ഡോഗ് വന്നപ്പം പൂച്ച ഡോഗ് കുരയ്ക്കുന്ന ഒച്ച കേട്ട് എണീറ്റു. എന്നിട്ട് ഡോഗിനെ പേടിച്ച് ഓടിപ്പോയി. ചാടിപ്പോയി. ചെടി നട്ടു. അതും ചെടി നടുന്നു. പിന്നെ അതെന്താ? സൺ വരുന്നു. അപ്പൊ ചെടി എന്തായി? വളർന്നു. പിന്നെ ഇതെന്താ? എന്നിട്ട്
തെറ്റിപ്പോയി. ആ അപ്പൊ എന്താ ചെയ്യണ്ടേ? ചെടി നട്ടിട്ട് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അയ്യോ അവിടെ ഇരിക്കും. എന്നിട്ട് അത് വളർന്നു വന്നു. എന്നിട്ട് അത് കണ്ടപ്പോ മങ്കിക്ക് സന്തോഷമായി. വളർന്നു വന്നപ്പോ അതിനകത്ത് പൂ വന്നു. അപ്പൊ മങ്കിക്ക് സന്തോഷമായി. ലാസ്റ്റ് വൺ നേരത്തെ വെക്ക്. ആദ്യം എല്ലാം നേരെ വെച്ച് എന്നിട്ട് നോക്കിക്കേ ഓരോന്നും എന്താ എങ്ങനെയാ പടം നോക്ക്. ബേറ് തേനെടുക്കുന്നു. അല്ല ഫസ്റ്റ് ഏതാ നോക്ക്. ഫസ്റ്റ് തന്നെ തേനെടുക്കാൻ വേണ്ടി ഓടി വരുന്നു. ഓടി വരാൻ നേരത്ത് ഓടി വന്നിട്ട് തേൻ പിടിച്ചു. തേൻ പിടിച്ചിട്ട് അത് വായിലേക്ക് വെച്ചു. വായിലേക്ക് വെച്ചിട്ട് ചാരി കിടന്നു. അല്ല, ഇതാദ്യം ബെയറിന് വിശന്നു. അപ്പൊ ബെയറ് തേൻ അന്വേഷിച്ചു. ബെയറിന് വയറ് പിടിച്ചേക്കുന്നുണ്ടോ? എന്നിട്ട് തേന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ 2 ബോക്സിൽ ഇത്രേ ഉള്ളൂ. വാട്ട് ഈസ് നെക്സ്റ്റും സ്റ്റോറി ടെല്ലിംഗ് ആണിത്. മറ്റേ ബോക്സ് നമ്മൾ ചെയ്തില്ല. അതിൽ കുറച്ചും കൂടെ വലിയ സെറ്റാണ് ഇത്. ഈ ബോക്സിലെ എല്ലാ സീക്വൻസും ഇപ്പൊ ദയവായിട്ട് ചെയ്തു. കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓക്കെയാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് കൺഫ്യൂഷൻ അവർക്ക് തെറ്റി കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല, മിസ് അവരെ സ്കൂളിൽ കുറച്ചും കൂടെ കൂടിയ സ്റ്റോറി ടെല്ലിംഗ് ആണ് കൊടുക്കണമെന്ന് അറിയില്ല. ഇത് 4 ക്യൂബ്സേ ഉള്ളൂ. അതിനകത്ത് 6 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ വലുതാണ്. പക്ഷെ അറിയാവുന്ന കഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കാക്ക വെള്ളം കുടിക്കുന്നതും മൊയിലും ആമയും ഓടുന്നതും അത് 2 സ്റ്റോറിയാന്ന് തോന്നുന്നു. അപ്പൊ അത് അറിയാവുന്നത് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവേണ്ടതാണ്. അപ്പൊ എന്തായാലും കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഒരു എളുപ്പം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ തവണയൊക്കെ കിൻഡർഗാർട്ടൻ പരിപാടിക്ക് പോയപ്പോൾ നമുക്ക് അവൾ ഒന്നും ചെയ്യാതെ വിട്ടെ. അപ്പൊ അത് കാരണം അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ ഇത്തവണ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെയ്യിപ്പിച്ചിട്ട് വിടാന്ന് വിചാരിച്ച അവർക്കൊരു പ്രാക്ടീസും ആവും കളിയാവും അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഇനിയും 2 സെറ്റും കൂടെ വരാനുണ്ട്. ഇപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കി സെറ്റ് വരുമ്പോൾ കാണാം.